ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ. പേരിനൊപ്പം ഇനീഷ്യൽ ചേർത്ത് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചു. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡും കോടതിയെ അറിയിച്ചു. സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നത്. ആദ്യം നിർദ്ദേശിച്ചതുപോലെ സിനിമയിലെ 96 ഇടത്ത് കട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ലെന്ന് സെൻസർ ബോർഡ് അറിയിച്ചു. പകരം സിനിമയുടെ ടൈറ്റിലിൽ ചെറിയ മാറ്റം വരുത്തണം. ജാനകി എന്നതിന് പകരം വി ജാനകി എന്നോ ജാനകി വി എന്നോ ചേർക്കണം. കൂടാതെ കോടതി രംഗങ്ങളിൽ ഒരു ഭാഗം നീക്കണം. ജാനകി എന്ന പേര് വരുന്ന ഭാഗം മ്യൂട്ട് ചെയ്യണം. ഇതായിരുന്നു പുതിയ നിർദ്ദേശം. ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണ്. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ടെന്നും മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാകുമെന്നും സെൻസർ ബോർഡ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും പറഞ്ഞിരുന്നു. തുടർന്നാണ് കോടതി ഹർജിക്കാരുടെ അഭിപ്രായം തേടിയത്. സിനിമയുടെ ടൈറ്റിൽ മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിക്കുകയായിരുന്നു. പേരിനൊപ്പം ഇനീഷ്യൽ ചേർത്ത് ജാനകി വി എന്നാക്കി മാറ്റാമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. കോടതി രംഗങ്ങളിൽ പേര് മ്യൂട്ട് ചെയ്യണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായും നിർമ്മാതാക്കൾ അറിയിച്ചു. രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് 3 സെക്കൻഡുള്ള ഒരു സീനിൽ ഒരു ജാനകി എന്ന് പറയുന്നതും പിന്നെ ഒരു 1.5 മിനിറ്റുള്ള സീനിൽ ജാനകി എന്ന് വരുന്നതുമാണ് മ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത്. 96 കട്ടുകളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതെല്ലാം മാറി ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. റീ എഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡും കോടതി അറിയിച്ചു. റിലീസ് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും എത്രയും വേഗം പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിക്കുമെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് വെബ്സൈറ്റ് സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെയാലും ഒരു 24 അവേഴ്സിനകത്ത് ഒരു ഡേ ഓഫ് ടുമോറോ നമുക്ക് റീസെൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഹർജി കോടതി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.